ഇവിടെ നിങ്ങൾ മൂന്നാൾക്കാരാണ് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. മൂന്ന് ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം എനിക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല ഇതിനകത്തൊരു ഏമാനായിരുന്നോ സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രീസിഡൻസ് പറയാനുണ്ടോ? നിങ്ങൾ എന്നും നിങ്ങളുടെ നാറിയ നാണം കെട്ട രാഷ്ട്രീയം കളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ഞങ്ങളെ ഭരണഘടനയെയും ജനാധിപത്യത്തെ പറ്റി ഉത്ബോധിപ്പിക്കുക. അടിയന്തരാവസ്ഥയൊന്നും ആരും മറന്നുപോയിട്ടില്ല. ശ്രീ രാഹുൽ, ഭരണഘടന എടുത്ത് ഭരണത്ത് വെച്ചിട്ട് അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ ഒരു കാരാഗ്രഹം ഇന്ത്യ മുഴുവൻ തീർത്ത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പീഡിപ്പിച്ച് 10,000-കണക്കിന് ആൾക്കാരെ കൊന്നവരല്ലേ നിങ്ങള്? ഭയങ്കരം തന്നെ. മുഴുവൻ ഞാൻ കേട്ടുകൊണ്ടിരുന്നില്ലേ? ഈ 15 മിനിറ്റ് വിവരക്കേട് ഞാൻ കേട്ടുകൊണ്ടിരുന്നില്ലേ? അല്ലല്ല, ആ പേര് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അല്ലല്ല, നിങ്ങൾ പറഞ്ഞ ബാലാ സാഹേബ് ദിയോറസിന്റെ യഥാർത്ഥ പേരെന്താണ്? യഥാർത്ഥ പേരെന്താ കേൾക്കട്ടെ? റാഷി തിരുത്തിയാ മതി. നമ്മള് കുടുംബക്കാരാകുമ്പോ പല തിരുത്തിയിട്ട് മുന്നോട്ട് പോകാം. അവിടെ അങ്ങനെയല്ലല്ലോ. ഞാൻ ഒരു കയ്യബദ്ധം ജനാധിപത്യത്തെ പറ്റിയും മതേതരത്വത്തെ പറ്റിയും വാചാലനാകുന്ന ഒരു ചെറുപ്പക്കാരൻ, ഭാവിയുടെ പ്രതീക്ഷ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ് ആംഗ്ലോ ഇന്ത്യൻകാരെ ഇന്ത്യയിൽ എങ്ങും മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താ? ഇവിടെ എല്ലാവരും മതം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. ഞങ്ങളവിടെ നിൽക്കൂ. അപ്പൊ അതിന് ഞാൻ പലതവണ മറുപടി പറഞ്ഞു. അത് ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇന്ത്യയുടെ സംസ്കാരം എന്നുള്ളത് ഹൈന്ദവ സംസ്കാരമാണ്. അതിനെ മാറ്റി നിർത്തി നിങ്ങൾക്ക് പറ്റില്ല. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി.